ഹലോ നമസ്കാരം. ട്രേഡെക്സ് എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എക്സ്നെക്സ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, എക്സ്നെക്സ് ആപ്പ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഇതുപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യാം, അതുപോലെ ഏത് അക്കൗണ്ട് ടൈപ്പാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നിവയെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്നെക്സ് പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സ്നെക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് പോപ്പപ്പായി വരുന്ന പേജിൽ നിന്ന് ടോപ്പ് റൈറ്റ് കോർണറിൽ രജിസ്റ്റർ എന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ കൺട്രി, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ് മുതലായവ നൽകേണ്ടതായുണ്ട്. പ്രൊസീഡ് ചെയ്യുന്നതിനായി കൺട്രി ഇന്ത്യ എന്നും നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അതോടൊപ്പം എക്സ്നെക്സ് അക്കൗണ്ടിനായി യൂസ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡും എൻ്റർ ചെയ്യുക. ഇവ മൂന്നും എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കൂടി നിങ്ങളിൽ നിന്ന് ചോദിക്കുന്നതായിരിക്കും. അതെല്ലാം കൃത്യമായി കൊടുത്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ എക്സ്നെക്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുൻപ് കൊടുത്ത ഇമെയിലും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ KYC പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായുണ്ട്. അതിനായി നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്യണം. ഇതിനായി നിങ്ങളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്, അതുമല്ലെങ്കിൽ പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. KYC കംപ്ലീറ്റ് ചെയ്ത് വെരിഫിക്കേഷൻ ശേഷം ഇപ്പോൾ കാണുന്ന സ്ക്രീൻ പോപ്പപ്പ് ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാം. ഇവിടെ കാണുന്ന അക്കൗണ്ട്സിൻ്റെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് കാണുന്ന രണ്ട് അക്കൗണ്ട് ടൈപ്പുകളിൽ ഒന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുമല്ലെങ്കിൽ റിയൽ അക്കൗണ്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ പേപ്പർ ട്രേഡിംഗ് ആണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെമോ അക്കൗണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ റിയൽ മണി ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റിയൽ അക്കൗണ്ട് യൂസ് ചെയ്യാവുന്നതുമാണ്. ഇവ രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തന്നെയില്ല, രണ്ടും സെയിം തന്നെയാണ്. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഡെമോ അക്കൗണ്ട് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെമോ അക്കൗണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് എക്സ്നെക്സ് പ്ലാറ്റ്ഫോമിനെ പറ്റി ഡീറ്റെയിലായി മനസ്സിലാക്കാം. ഡെമോ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ഓപ്ഷനാണ് ലഭിക്കുക: സ്റ്റാൻഡേർഡ്, പ്രോ, റോ സ്പ്രെഡ്, പിന്നെ സീറോ. $500 താഴെയാണ് നിങ്ങളുടെ ക്യാപിറ്റലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ സ്പ്രെഡ് ആപ്ലിക്കബിൾ ആണ്, അതായത് എക്സ്നെക്സ് അവരുടെ ബ്രോക്കറേജ് ഈ അക്കൗണ്ട് ടൈപ്പിൽ നിന്ന് ചാർജ് ചെയ്യും. ആസ്ക് പ്രൈസിൻ്റെയും ബിഡ് പ്രൈസിൻ്റെയും ഡിഫറൻസ് ആണ് സ്പ്രെഡ്. അതായത് നിങ്ങളുടെ ബൈയിങ് പ്രൈസ് $10 എക്സിക്യൂഷൻ പ്രൈസ് $11 ആണെങ്കിൽ ഈ ട്രാൻസാക്ഷൻ്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് ഇവയുടെ ഡിഫറൻസ് ആയ $1 ആണ്. അപ്പോൾ ഈ $1 ആയിരിക്കും ഈ ട്രാൻസാക്ഷൻ്റെ ബ്രോക്കറേജ് അഥവാ സ്പ്രെഡ് എന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ അക്കൗണ്ട് ടൈപ്പിനനുസരിച്ച് ബ്രോക്കർ ചാർജ് ചെയ്യുന്ന സ്പ്രെഡ് വ്യത്യാസപ്പെട്ട് വരാം. നമ്മൾ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് റോ സ്പ്രെഡ് അക്കൗണ്ട് ടൈപ്പാണ്. ഇവിടെ പ്രത്യേകിച്ച് ബ്രോക്കറേജ് ഫീ ഇല്ല എന്നാണ് പറയുന്നതെങ്കിലും ചെറിയ കമ്മീഷൻ ഈ അക്കൗണ്ട് ടൈപ്പിലും ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡെമോ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ഈ 4 അക്കൗണ്ട് ടൈപ്പുകളും ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ എന്ന് തോന്നുന്ന അക്കൗണ്ട് ടൈപ്പിൽ തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങൾ സീറോ അക്കൗണ്ട് ടൈപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിങ്ങളുടെ പക്കൽ നിന്ന് കമ്മീഷൻ ഡയറക്റ്റ്ലിയാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇവിടെ സ്പ്രെഡ് ബേസ്ഡ് ചാർജിങ് ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ടൈപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. കാരണം ഈ അക്കൗണ്ട് ടൈപ്പിൽ ഹിഡൻ ചാർജസ് ഒന്നും തന്നെയില്ല. സ്പ്രെഡായി കാണിക്കുന്ന ചാർജസ് മാത്രമേ നമ്മുടെ പക്കൽ നിന്ന് ബ്രോക്കർ ഈടാക്കുന്നുള്ളൂ. എന്നാൽ മറ്റ് അക്കൗണ്ട് ടൈപ്പുകളിൽ കമ്മീഷൻ നിങ്ങളിൽ നിന്ന് ചാർജ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന്, നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് $500 ആണെന്ന് കരുതുക. നിങ്ങൾ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് ബ്രേക്ക് ഈവൻ പോയിന്റിലാണ് പോകുന്നതെങ്കിൽ കൂടി നിങ്ങളുടെ ബാലൻസ് $490 ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അതിന് കാരണം നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിൽ നിന്ന് ഓൾറെഡി കമ്മീഷൻ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ട്രേഡ് ലോസോ അല്ലെങ്കിൽ പ്രോഫിറ്റോ ആയിക്കൊള്ളട്ടെ, ഈ കമ്മീഷൻ എന്തായാലും നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസിൽ നിന്ന് ചാർജ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ $500 ബാലൻസ് ഉള്ള അക്കൗണ്ടിൽ നിങ്ങൾ ട്രേഡ് എടുത്ത് $100 പ്രോഫിറ്റ് നേടി എന്ന് കരുതുക. എന്നിരുന്നാലും ട്രേഡ് എക്സിറ്റ് ചെയ്ത ശേഷവും നിങ്ങളുടെ ബാലൻസ് $600 എന്നതിന് പകരം $590 എന്നേ കാണിക്കുകയുള്ളൂ. കാരണം അവിടെ $10 കമ്മീഷൻ ബ്രോക്കർ ഓൾറെഡി ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ $10 എന്നത് നിങ്ങളുടെ ട്രേഡിംഗ് ക്വാണ്ടിറ്റി അനുസരിച്ച് വ്യത്യാസപ്പെടാം. നിങ്ങളുടെ ക്വാണ്ടിറ്റി കൂടുന്തോറും നിങ്ങൾ കൊടുക്കേണ്ട കമ്മീഷൻ റേറ്റും കൂടിക്കൊണ്ടേയിരിക്കും. ഇത് ട്രേഡറിന് വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ്. നല്ല പ്രോഫിറ്റ് നേടിയാലും ട്രേഡ് എക്സിറ്റ് ചെയ്ത് ബാലൻസ് നോക്കുമ്പോൾ ഉദ്ദേശിച്ചതിലും കുറവ് എമൗണ്ട് ആവും അവർക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഓരോ അക്കൗണ്ട് ടൈപ്പിലും എത്ര എമൗണ്ട് കമ്മീഷൻ ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഡെമോ അക്കൗണ്ടിലൂടെ പഠിച്ച് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന അക്കൗണ്ട് ടൈപ്പുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ടൈപ്പാണ് ഓപ്പൺ ചെയ്യുവാൻ നോക്കുന്നത്.
അപ്പോൾ സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് 3 ഓപ്ഷനുകൾ കാണാം. ആദ്യത്തേത് കറൻസി, അതായത് ഏത് കറൻസിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന്. ഇവിടെ നിങ്ങൾക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടി USD ചൂസ് ചെയ്യാം. എന്നാൽ നിങ്ങൾ UPI വഴിയോ അതുമല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴിയോ ആണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പിയും കറൻസിയായി ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ USD കറൻസിയാണ് ചൂസ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കസ്റ്റം നെയിമും നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ ടെസ്റ്റ് എന്ന് കൊടുക്കാം. അടുത്തത് ലെവറേജ് ആണ്. ലെവറേജ് എന്താണെന്ന് നമ്മുടെ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ 1:200 എന്ന ലെവറേജ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അൺലിമിറ്റഡ് ലെവറേജ് വരെ ഈ പ്ലാറ്റ്ഫോം നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി 1:200 വരെ എടുക്കുന്നതാണ് നല്ലത്. ഉയർന്ന ലെവറേജ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോൺ ഔട്ട് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. തുടർന്ന് നമ്മൾ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള പേജാണ്. അവിടെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. തുടർന്ന് കണ്ടിന്യൂ പ്രസ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇവിടെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ്, വിഡ്രോവൽ ആൻഡ് ഡീറ്റെയിൽസ് എന്ന 3 ഓപ്ഷൻ ലഭിക്കും. ഇതിൽ നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യുവാൻ ഡെപ്പോസിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് എമൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ $400 ആണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ $400 എന്ന് എൻ്റർ ചെയ്യാവുന്നതാണ്. തുടർന്ന് കണ്ടിന്യൂ പ്രസ് ചെയ്താൽ $400 നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആഡ് ചെയ്തതായി കാണാനാവും. ഇനി സ്ക്രീനിൻ്റെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് 5 ഓപ്ഷനുകൾ കാണാം. അതിൽ ട്രേഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫേവറേറ്റായി മാർക്ക് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് കറൻസി പെയർസ് കാണാനാവും. ഇതിലേക്ക് കൂടുതൽ പെയർസ് ആഡ് ചെയ്യുവാനും അതുമല്ലെങ്കിൽ റിമൂവ് ചെയ്യുവാനും എഡിറ്റ് ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് ഇനി ട്രേഡ്സ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിനായി നമുക്ക് BTCയുടെ ചാർട്ട് എടുക്കാം. ഇവിടെ ചാർട്ടിൻ്റെ താഴെ 2 ഓപ്ഷനുകൾ കാണാം, ബൈ ആൻഡ് സെൽ. ഇവിടെ നമ്മൾ ഒരു സെൽ ട്രേഡ് ചെയ്യുവാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് കരുതുക. അതിനായി നമ്മൾ സെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളോട് ലോട്ട് സൈസ് എൻ്റർ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ നിങ്ങളുടെ ക്യാപിറ്റൽ അനുസൃതമായി നിങ്ങളുടെ ലോട്ട് സൈസ് ചൂസ് ചെയ്യണം. നമ്മുടെ ക്യാപിറ്റൽ $400 ആയതുകൊണ്ട് നമ്മളിവിടെ 0.04 ലോട്ട് സൈസ് ആണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ലോട്ടിൻ്റെ ട്രേഡ് എടുക്കുവാൻ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ $400 ക്യാപിറ്റലും നമ്മൾ സെലക്ട് ചെയ്ത ലെവറേജ് 1:200 ആയതിനാൽ നമ്മൾ കൺഫേം ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഓർഡേഴ്സ് ഓപ്പൺ ആവുന്നു. ഇനി അഥവാ നിങ്ങൾ സെറ്റ് ചെയ്ത ഓർഡർ ഓപ്പൺ ആവുന്നില്ല എങ്കിൽ ആ ട്രേഡിന് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾ അക്കൗണ്ട് സൈസിലോ അതുമല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ലെവറേജിലോ മാറ്റം വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ സെൽ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അക്കൗണ്ട് സെക്ഷനിലേക്ക് വന്നാൽ നിങ്ങളുടെ ആക്റ്റീവ് ട്രേഡ്സ് കാണുവാൻ സാധിക്കും. ആക്റ്റീവായ ട്രേഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ കാണുവാനാവും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് മറ്റൊരു ട്രേഡ് എടുക്കാം. ഇവിടെ നമ്മൾ എത്തീറിയമിലാണ് ട്രേഡ് എടുക്കുവാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു ബൈ ട്രേഡാണ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനായി നമ്മൾ ബൈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ലോട്ട് സൈസ് ചോദിക്കുന്നു. നമ്മൾ ലോട്ട് സൈസ് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബൈ ബട്ടണിൽ കൺഫേമും ചെയ്യുന്നു. തുടർന്ന് നമ്മൾ അക്കൗണ്ട് സെക്ഷനിലേക്ക് പോകുന്നു. അവിടെ ഇത്തീറിയം ട്രേഡ് റണ്ണിംഗ് ആയതായി നമുക്ക് കാണാം. അതിൽ സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ അനാലിസിസ് പ്രകാരമുള്ള സ്റ്റോപ്പ് ലോസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടേക്ക് പ്രോഫിറ്റ് ഫീൽഡും നമുക്ക് ആവശ്യമുള്ള നമ്പേഴ്സ് എൻ്റർ ചെയ്യാവുന്നതാണ്. തുടർന്ന് കൺഫേം ചെയ്ത് നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യണം, എങ്ങനെ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്യണം, അതിൽ എങ്ങനെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യണം എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായി നമുക്ക് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസിൽ ട്രെയിൽ ചെയ്യുന്നത് എങ്ങനെ എന്നതുകൂടി നോക്കാം. അക്കൗണ്ട് സെക്ഷനിൽ നമുക്ക് നമ്മുടെ ആക്റ്റീവ് ട്രേഡ്സ് കാണുവാൻ സാധിക്കും. അതിൽ പാർഷ്യൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യുവാൻ ആ ട്രേഡിൽ ക്ലിക്ക് ചെയ്ത് പാർഷ്യൽ ലോസ് എന്ന സെക്ഷനിലേക്ക് പോവുക. തുടർന്ന് നിങ്ങൾക്ക് ലോട്ട് സൈസ് ഫീൽഡ് കാണാം. ഇവിടെ നിങ്ങൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോട്ട് സൈസ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. തുടർന്ന് ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ നിങ്ങളുടെ ആക്റ്റീവായ ഓർഡേഴ്സിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത ലോട്ട് സൈസ് സെല്ലാവുന്നതായിരിക്കും. ഇത് കൺഫേം ചെയ്യുവാൻ ക്ലോസ് സെക്ഷനിൽ പോയാൽ എക്സിക്യൂട്ടീവ് ആയ ട്രേഡ്സ് കാണാനാവുന്നതാണ്. അടുത്തതായി സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമ്മൾ അക്കൗണ്ട് സെക്ഷനിൽ ആക്റ്റീവ് ട്രേഡ്സിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് ഫീൽഡിൽ നിലവിലുള്ള ഫിഗേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തു. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് ലോക്ക് ഇൻ ചെയ്യുവാനും ഒരു ട്രേഡിൽ അറ്റ് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യുവാനും സാധിക്കുന്നു. ഇതുകൂടാതെ 2 സിനാരിയോ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ മുകളിൽ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്യണമെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം.
അതിനായി നിങ്ങൾ ബൈ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന അസറ്റിൻ്റെ ചാർട്ടിൽ നിന്ന് ബൈ ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ ബൈ ലിമിറ്റ് ആൻഡ് ബൈ സ്റ്റോപ്പ് എന്ന 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിന് മുകളിൽ ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ബൈ സ്റ്റോപ്പ് ആണ്. തുടർന്ന് നിങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന പ്രൈസ്, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിനും മുകളിലുള്ള പ്രൈസ് ഇതിൽ എൻ്റർ ചെയ്യുക. പ്രൈസ് എൻ്റർ ചെയ്ത് കൺഫർമേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് കാണാം നമ്മുടെ ഓർഡർ ക്യൂവിൽ ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ കറണ്ട് മാർക്കറ്റ് പ്രൈസിലും താഴെയുള്ള പ്രൈസിലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. വീണ്ടും നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അസറ്റിൻ്റെ ചാർട്ടിൽ ബൈ ക്ലിക്ക് ചെയ്ത് നമ്മൾ ബൈ ലിമിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് ബൈ ലിമിറ്റ് ഫീൽഡിൽ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുന്നു. അതിനുശേഷം പ്രൈസ് എപ്പോഴാണോ ആ പ്രൈസിൽ എത്തുന്നത് അപ്പോഴാവും ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ സെൽ ഓർഡറിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് കറണ്ട് മാർക്കറ്റ് പ്രൈസിന് മുകളിൽ സെൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് സെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെൽ ലിമിറ്റ് ഓപ്ഷനിൽ പ്രൈസ് എന്ന ഫീൽഡിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എൻ്റർ ചെയ്യുക. തുടർന്ന് കൺഫേം ക്ലോസ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്താൽ പ്രൈസ് എപ്പോഴാണോ നമ്മൾ സ്പെസിഫൈ ചെയ്ത പ്രൈസിൽ എത്തുന്നത് അപ്പോൾ അവിടെ ഒരു സെൽ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നു. ഇവിടെയും ഇതിനോടൊപ്പം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും പ്ലേസ് ചെയ്യാവുന്നതാണ്. നേരെ മറിച്ച് കറണ്ട് മാർക്കറ്റ് പ്രൈസിനും താഴെയാണ് നിങ്ങൾക്ക് ഒരു സെൽ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ സെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് സെൽ സ്റ്റോപ്പ് എന്ന സെക്ഷനിൽ നമുക്ക് ആവശ്യമുള്ള പ്രൈസ് എൻ്റർ ചെയ്യുന്നു. തുടർന്ന് കൺഫേം സെൽ സ്റ്റോപ്പ് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം കറണ്ട് മാർക്കറ്റ് പ്രൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്ത പ്രൈസിൽ എത്തുമ്പോൾ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇതുവരെ കണ്ടത് എക്സ്നെക്സിൻ്റെ മൊബൈൽ ഇൻ്റർഫേസ് ആണ്. ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലെയുള്ള ഓപ്ഷൻസ് എക്സ്നെക്സിൻ്റെ വെബ്സൈറ്റും ലഭ്യമാണ്. അപ്പോൾ എക്സ്നെക്സ് അക്കൗണ്ടിനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.